വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപം, ഒരു വ്യക്തി നേരിടാൻ പാടില്ലാത്ത രീതിയിലുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്താണ് അടുത്ത സ്റ്റെപ്പ്? തീർച്ചയായിട്ടും ഇതൊരു നിയമ നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെന്നൊരു വ്യക്തി എന്നുള്ളത് മാത്രമല്ല, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ കറുത്ത വർഗ്ഗക്കാരോടും കറുത്ത കലാകാരന്മാരോടും ചെയ്യുന്ന ഏറ്റവും വലിയൊരു അവഗണന തന്നെയാണ് ഇവരുടെ ഭാഗത്തുനിന്ന്. ഇത് കറുത്ത് കാക്കയെ പോലെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവർ മാത്രമാണ് നൃത്തം ചെയ്യാൻ പാടുള്ളൂ, മോഹിനിയാട്ടം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു നിബന്ധനയാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് വന്നിട്ടുള്ളത്. അത് ശരിക്കും നമുക്കറിയാം, ഈ കറുത്തവൻ എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായി അതൊരു ജാതിയുടെ ഭാഗമായിട്ട് തന്നെ സംസാരിക്കുന്നതാണ്. ഇവർ പറയുന്ന വെളുത്തവൻ എന്ന് പറയുന്ന സവർണൻ, കറുത്തവൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ. അപ്പോൾ കൃത്യമായിട്ട് ഈ വാക്കുകളിൽ അതിൻ്റെ ജാതി ആക്ഷേപം തന്നെയാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. അത് നിലവിലുള്ള നമ്മുടെ ഇപ്പോൾ പ്രൊഫഷണൽ രംഗത്തും അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോൾ വീട്ടമ്മമാർ പോലും നൃത്തം പഠിക്കാൻ വേണ്ടി അവർക്ക് ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഒരു ഇഷ്ടത്തിൽ കല പഠിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ രൂപത്തിൻ്റെയും ലാവണ്യത്തിൻ്റെയും നിറത്തിൻ്റെയും കാര്യത്തിൽ ഇവർ വളരെ മോശമായിട്ട് അങ്ങനെയുള്ളവരൊന്നും നൃത്തം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഈ നിലപാട് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു മെസ്സേജാണ്. അത് ഈ കലാകാരന്മാരെ മാനസികമായി തളർത്തുന്നു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെറുപ്പം മുതലേ ഈ മോഹിനിയാട്ടം എന്നൊരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത കാലം മുതൽക്ക് ഞാൻ ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ കലാമണ്ഡലത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ തന്നെ ഇവരുടെ ഭാഗത്തുനിന്നും എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ സംഗീത നാടക അക്കാദമിയുടെ ഇഷ്യൂമായി ബന്ധപ്പെട്ടുള്ള വിഷയം നേരത്തെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവരുമായിട്ടുള്ളൊരു കേസ് ഇപ്പോൾ നിലവിൽ 6 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിരന്തരമായ നിയമപോരാട്ടത്തിൽ ൂടെയാണ് ഒരു കലാകാരൻ, നിങ്ങൾക്കറിയാം, ഒരു സാമ്പത്തികമായോ മറ്റ് സാമൂഹികമായോ ഒരു സംരക്ഷണം ഇല്ലാത്തയിടത്ത് ഒരു കേസ് നടത്തിക്കൊണ്ടാണ് ഒരു കലാകാരൻ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 10-50 പിള്ളേരെ 500 രൂപയ്ക്കോ 250 രൂപയ്ക്കോ നൃത്തം പഠിപ്പിച്ചു കിട്ടുന്ന ഒരു തുച്ഛമായ വരുമാനം, ഈ വരുമാനത്തിൽ നിന്നുകൊണ്ട് കേസ് നടത്തണം, നമ്മളെ കലാരംഗത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ കലാ സാംസ്കാരിക രംഗത്തിന് ഒരു ശാപമാണ് ഈ വാക്കുകൾ. ഇപ്പോൾ നിങ്ങൾ വലിയ രീതിയിലുള്ള പിന്തുണ ഈ കാര്യത്തിൽ കിട്ടുന്നുണ്ട്, അത് അരുതാത്തതായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഈ പിന്തുണ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഏത് ഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഒരു ജനപിന്തുണയില്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ പൊതുസമൂഹത്തിൽ ഇറങ്ങാറില്ല. കാരണം നമുക്ക് ഇത്തരം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രം ആണ് നമ്മളൊരു പബ്ലിക്കായിട്ട് എയർ ചെയ്യുന്നുള്ളൂ. ഈ കാര്യങ്ങൾ നമ്മളെ കാര്യങ്ങൾ പുറത്ത് പറയുന്നത് നമ്മുടെ ഭാഗത്തൊരു ന്യായം ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ വർഷങ്ങളായിട്ടുള്ള ഒരു പാരമ്പര്യ വൈര്യം ഇതിനകത്തുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇതിൽ ഞാൻ ഡോക്ടറേറ്റ് മോഹിനിയാട്ടം ഞാൻ കളിക്കുന്നത് ഇഷ്ടമല്ല അവർക്ക്. ഞാൻ മോഹിനിയാട്ടത്തിൽ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും എനിക്ക് അവാർഡുകൾ കിട്ടുന്നതൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടുന്നത് വളരെ മോശപ്പെട്ട സാഹചര്യത്തിലൂടെ വാങ്ങിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടും മാനസികമായിട്ട് പലവട്ടം എന്നെ കലാമണ്ഡലത്തിൽ വെച്ച് പലവട്ടം ഇങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിയമവുമായി നമ്മൾ എന്താ പറയുക, നിയമത്തിൻ്റെ മുമ്പിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. അപ്പം നിരന്തരം ഇങ്ങനെ ഓരോ ചർച്ചകൾ, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പരിപാടിക്ക് ഞാൻ അപേക്ഷ കൊടുത്തപ്പോഴാണ് അവർ ആദ്യമായിട്ട് ഞാനുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ ഏത് മോഹനനാ, നീ ഇന്നു മുതൽ മോഹിനിയാട്ടം ആടി തുടങ്ങിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പറയുന്നുണ്ട്. അതിൽ ഞാൻ ഏതോ ഒരു സ്ഥാപനത്തിൽ നിന്ന് എന്തോ പഠിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസത്തെയും വളരെ വളച്ചൊടിക്കുന്ന രീതിയിലാണ് ഇവർ പറഞ്ഞു വെച്ചത്. അപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാൻ വളരെ മോശക്കാരനാണ്, നിറമില്ലാത്തവനാണ്, കഴിവില്ലാത്തവനാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ് എന്നുള്ളൊരു ചർച്ചയാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. കലാഭവൻ മണിയും വലിയ പിന്തുണ ആളുകൾക്കുണ്ടെങ്കിലും ഇടയ്ക്ക് ചില ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹവും ഇത്തരത്തിലുള്ള ഒരു അവഗണനയ്ക്ക് പാത്രമായിട്ടുണ്ടല്ലോ പണ്ടും. അതിനൊക്കെ മറികടന്നിട്ടാണല്ലോ അദ്ദേഹം കയറി വന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനത്തെ നിരന്തരമായി ഇങ്ങനെ അധിക്ഷേപങ്ങൾക്ക് വിധേയമാകേണ്ടി വരുന്നത്? അത് ചിലവരുടെ ഉള്ളിൽ മാത്രമാണ് അങ്ങനെയുള്ളത്. ഒരു സവർണ ചിന്താഗതിയുള്ള വ്യക്തികളാണ് ഇതിനെ സഹിക്കാൻ പാടില്ലാത്ത അസഹിഷ്ണുത മൂലം ഇവർ പുറത്തേക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ നന്നായി എന്താ പറയുക, നമുക്ക് പ്രോത്സാഹനം തരുന്ന നല്ല സൗഹൃദങ്ങളുണ്ട് നമുക്ക്. പക്ഷേ ഇത്തരം ചിന്താഗതി അവരുടെ ജാതിയോ കുലമോ എന്തെന്നുള്ളതല്ല, ഇത്തരം സവർണ ചിന്താഗതി ഉള്ളിലുള്ളവരാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ഇപ്പോൾ ജാസി ഗിഫ്റ്റ് ഉണ്ടായ പ്രശ്നം, അതുപോലെ കലാഭവൻ മണിക്കുണ്ടായ പ്രശ്നം, നൃത്തരംഗത്ത് ഞാൻ തുടർച്ചയായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമം, ഇതൊക്കെ ഇങ്ങനൊരു ചിന്താഗതിയുടെ മൂലമാണ് ഉണ്ടാകുന്നത്. കലാകാരന്മാർ ഇപ്പോൾ ജാസി ഗിഫ്റ്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അടുത്ത നാളുകളിൽ വലിയ വേദനാജനകമായ അനുഭവം ഉണ്ടായി. ഇത് മാറിയൊരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നതാണ്, അതോ കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള അവഗണന കലാകാരന്മാർ നേരിടുന്നുണ്ടോ ജാതിയുടെ പേരിൽ? തീർച്ചയായിട്ടും കാലങ്ങളായിട്ട് തന്നെ നമുക്ക് ഇപ്പം കേരളത്തിൻ്റെ കലാസാംസ്കാരിക രംഗം എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം, ഇത്തരം താഴ്ന്ന സമുദായങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വന്ന കലാകാരന്മാരെ എവിടെയാണ് ഇരുത്തിയിട്ടുള്ളത്? ഒരു സമൂഹത്തിൻ്റെ ഏതിടങ്ങളിൽ നിന്ന് എടുത്ത് നോക്കിയാലും അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഒരു ഇടം ഇവിടെ ഇല്ല. പിന്നെ അവർ സ്വയം പ്രയത്നിച്ച് അവർ ഉത്സവപ്പറമ്പുകളിലും മറ്റു പരിപാടികളിലും അവൻ്റെ കഴിവ് തെളിയിച്ച് ജനങ്ങളുടെ ഇഷ്ടം സമ്പാദിച്ചതിന് ശേഷമാണ് ഇവരെല്ലാം ഇവിടെ നിലകൊള്ളുന്നത്. അതല്ലാതെ ഒരു ഭരണ സംവിധാനത്തിൻ്റെ കീഴിൽ ഇവർക്കൊരു തണലോ താങ്ങോ ഇതുവരെയും എവിടെയും കിട്ടിയിട്ടില്ല.
നിയമ നടപടി എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന്? തീർച്ചയായിട്ടും അത് അഡ്വക്കേറ്റുമായി സംസാരിച്ചുകൊണ്ട് നിയമ നടപടിയിലേക്ക് പോവുകയാണ്.